അപ്പം നമ്മുടെ അടുത്ത വ്ളോഗ് അഡിസ് അബാബയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം അഡിസ് അബാബയിൽ നിന്ന് ജോഹാനസ്ബർഗിനാണ് പോകാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷമൊക്കെ നമുക്ക് വീഡിയോ കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗേറ്റിൻ്റെ അവിടെ. നമ്മൾ വന്നപ്പോൾ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം നിറഞ്ഞു, നിറച്ച ആളായിട്ടോ. നമ്മളിങ്ങോട്ട് വന്ന ഫ്ലൈറ്റില്ലേ, അതേതാണെന്നറിയോ? ബോയിങ്ങിൻ 737 മാക്സ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രാഷ് ഉണ്ടായിരിക്കുന്ന ഫ്ലൈറ്റ്. ഈ അടുത്ത് നടന്നത് തന്നെയായിരിക്കണം. വേൾഡിലെ ഒരു വേൾഡിലെ നമ്പർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ബോയിങ്ങുകളാണ്. ബോയിങ് പക്ഷെ എല്ലാം ബോയിങ് അല്ല. 737 ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. എനിക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ, നല്ല കൂളായിട്ടാണ്. ഒരു എന്താ എയർ പോക്കറ്റും ഇല്ലായിരുന്നു, ഒരു ജർക്കിങ്ങോ ഒന്നും ഇല്ലായിരുന്നു, ടേക്ക് ഓഫോ ലാൻഡിങ്ങോ ഒന്നും അറിഞ്ഞു പോലുമില്ല. അത്രയും കിടെല്ലാം ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഓടിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇച്ചിരി സ്പേസ് കുറവില്ല. നമ്മുടെ ഈ നാട്ടിലെ ഇൻഡിഗോ പോലെയാണ്, സ്ക്രീനില്ല. അതുപോലെ തന്നെ നമ്മളൊന്ന് നൂർന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേട്ടൻ അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പറയും. സീറ്റിനാണ് കട്ടി കുറവാണ്. പിന്നെ ബഡ്ജറ്റ് എയർലൈൻസ് ആയിട്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അതെ, ടിക്കറ്റ് ഫെയർ അത്രയും ഉണ്ടായിരുന്നു. നമുക്ക് എത്ര 23 രൂപയാണ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അഡിസ് അബാബയിലെ ടൈം ഇപ്പം 8:15 ആയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ടൈം 8:45ആണ്. 8 മണിക്ക് ബോർഡിംഗ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന ഫുള്ള് അങ്ങോട്ട് പോകാനുള്ള കേട്ടോ, നമ്മുടെ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ പറഞ്ഞതിനേക്കാളും ഒരു 3/4 മണിക്കൂർ നേരത്തെ ആട്ടോ ഇവിടെ ലാൻഡ് ചെയ്യിച്ചത്. അത് ഫാസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ ഇച്ചിരി ഡിലേ വന്നു. നമ്മൾ ആ ബസ്സിൽ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഈ കിടക്കുന്ന ഫ്ലൈറ്റ്സ് മുഴുവൻ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ആട്ടോ. ഒരു അത്യാവശ്യം വലിയ ടീം തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇതാട്ടോ. ഇത് നമ്മൾ കയറണം. ഇത് നമുക്ക് നടന്ന് കയറാം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കയറാനുള്ള ഫ്ലൈറ്റിൽ കയറുക കേട്ടോ. ഇത് ബോയിങ് അല്ല കേട്ടോ, ഇത് എയർബസ് ആണ്. എന്നാ വലിയ ടർബൈനാന്ന് നോക്കി. ഇത് വലിയ ഫ്ലൈറ്റ് ആട്ടോ, 3+3+3 ആണ്. വലിയ ഫ്ലൈറ്റാണ്. നമ്മുടെ 38ഉം 37ഉം ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. എന്നൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വെറുതെ മൂവീസ് എന്നൊക്കെ ഉണ്ടെന്ന് നോക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഫുഡൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ അടിച്ചുകൊണ്ട് ഒരു പെഗ്ഗൊക്കെ ഇട്ടിട്ട് നമുക്ക് സിനിമയൊക്കെ കണ്ടിരിക്കാം. ഇനി ഒരു 5-6 മണിക്കൂറുകളുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട സിനിമയൊക്കെ തന്നെയാണ്, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെയാണ് പ്ലാൻ. കയറിയിരുന്ന ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പുറകിലൊക്കെ എന്നാലും കാലി സീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ചിക്കൻ്റെ ഒരു ചെറിയ സാൻഡ്വിച്ചാണ് കൊണ്ട് തന്നത്. ആ ബണ്ണിന് കുറച്ച് തണുപ്പുണ്ടായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഓറഞ്ച് ജ്യൂസുമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയത്. പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അതിനകത്തൊരു ലബർ പന്ത് എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. മുഴുവൻ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഇത് കണ്ടോ, അതിനകത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് റൂട്ട് മാപ്പ് കാണിച്ച് തന്നുകൊണ്ടിരിക്കും ലൈവായിട്ട്. ഇത് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചിക്കന്, ഒരു റൈസ്, അതുപോലെ തന്നെ ഒരു പുഡിങ്, ബണ്ണ്, ബട്ടർ, ചീസ്, പിന്നെ ഇത് ഉപ്മാവ് പോലത്തെ കണ്ടിട്ട് സാധനം കേട്ടോ. അതിനൂടെ ഒരു വൈനും കൂടെ മേടിച്ചിട്ടോ, റെഡ് വൈന്. 12,000-13,000 ഹൈറ്റിലാട്ടോ പറക്കുന്നത്. അതിൻ്റെ മാപ്പിൽ എഴുതി കാണിക്കുന്നുണ്ട്. പുറത്തോട്ട് നോക്കിയാൽ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് സോൾട്ടെയറൊക്കെ കളിച്ചു കേട്ടോ. ഒന്നും ചെയ്യാനില്ല. 6 മണിക്കൂർ എങ്ങനെ തള്ളി നിൽക്കണം എന്നറിയാൻ മേല. രാത്രി ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ല. രാത്രി ഇങ്ങോട്ട് വന്നത് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഉറങ്ങി അങ്ങ് കളയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ലാൻഡ് ചെയ്തിട്ടോ. ലാൻഡിങ് ഇച്ചിരി പേടിച്ച് പോയി കേട്ടോ. ഇച്ചിരി കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ലാൻഡ് ചെയ്തല്ലേ. അറൈവൽ ബാഗേജ് കൗണ്ടറിലെത്തി. വിസ എക്സംപ്റ്റഡ് കൺട്രീസാണ്. നമ്മളിവിടെ കൺട്രിയിൽ എൻട്രി ചെയ്തെന്നുള്ളത് നമ്മളവിടെ വിസയുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യണം കേട്ടോ. അറൈവല് ഈ കാത്ത് നിൽക്കുന്നത് നമ്മുടെ പെട്ടിയൊക്കെ വരാൻ വേണ്ടിയാട്ടോ. ബാംഗ്ലൂർ നമ്മൾ പെട്ടി കയറ്റി വിട്ടിട്ട് ജോഹാനസ്ബർഗ് വന്നിട്ടാണ് എടുക്കുന്നത്. നമുക്കൊരു ലേ ഓവർ ഉണ്ടായിരുന്നു അഡിസ് അബാബയിൽ. അവിടെയൊക്കെ പെട്ടി തന്നെ കാർഗോ വേണ്ടിയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നു കേട്ടോ. നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമുക്ക് 9-10 ബോക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നോക്കി നിന്ന് എല്ലാം എടുത്ത് നമ്മളുടെ ക്യാരിയറിലൊക്കെ കയറ്റി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഓൺ ദ വേ ആണ്. ഒരു 1/2 മണിക്കൂറിൽ ചേട്ടൻ എത്തും. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി അല്ലേ.
അങ്ങനെ ഞങ്ങൾ ഫൈനലി വൈസ് ചേട്ടനെ മീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വണ്ടി പാർക്കിങ്ങിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലണം കേട്ടോ ബേസ്മെൻറ്റിൽ. ഒരു ദിവസം നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാട്ടോ. അപ്പോൾ വൈസ് ചേട്ടൻ്റെ വണ്ടി ഫോർഡിൻ്റെ വൈൽഡ് ട്രാക്ക് കേട്ടോ, വൈൽഡ് ട്രാക്ക് V6. അതായതുകൊണ്ട് ബാക്കിൽ നല്ല ബെഡ് സ്പേസ് ഉണ്ട്. നമ്മൾ അപ്പോൾ കയറ്റാൻ പറ്റുന്ന പെട്ടികൾ മുഴുവൻ സ്റ്റാക്ക് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ സ്റ്റാക്ക് ചെയ്ത് നോക്കി കേട്ടോ കയറ്റാൻ. പക്ഷേ എന്നിട്ടും 2 പെട്ടി എക്സ്ട്രാ വന്നു. വണ്ടി 5 സീറ്ററാണ്. അപ്പം മിന്നുവിനെയും ചിറ്റേനെയും അമ്മേനെയും ആ വണ്ടിക്കകത്തിരുത്തി. പിന്നെ രുരു ഉണ്ടല്ലോ, രുരുവിൻ്റെ കാർ സീറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് മാമനോട് ഒരു ഊബർ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അരമണിക്കൂർ റൈഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊബറിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഊബർ എടുക്കുന്ന സേഫ് എന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇവർ നൈസ് കമ്പനിയായിരുന്നു. ഇപ്പം നമ്മളടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഊബർ കിട്ടിയ കാറ് നാട്ടിലുള്ള ടൊയോട്ട റൂമിയോൺ എർട്ടിഗ കേട്ടോ. ആ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. താങ്ക് യു. നമ്മൾ ഈ ഊബറിനാട്ടോ വന്നത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പം ചേട്ടനും ബാക്കിയുള്ളവരും പെട്ടിയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ചിലപ്പോഴാണെങ്കിൽ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോകാനൊരു ചെറിയ പ്ലാനുണ്ട്. അപ്പോൾ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ളൊരു നാൻഡോസിൽ പോയിട്ടോ. നാട്ടിലെ നാൻഡോസ് പോലെയല്ല, ഇവിടുന്ന് നാൻഡോസ് അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകാട്ടോ. നമ്മൾ 2 ഫുൾ ചിക്കൻ ആട്ടോ പറഞ്ഞത്. ഒരെണ്ണം മൈൽഡും ഒരെണ്ണം സൂപ്പർ ഹോട്ടും. പിന്നെ കുറേ പൊട്ടറ്റോ വെഡ്ജസും അങ്ങനെയുള്ള കുറച്ച് റൈസും അങ്ങനത്തെയൊക്കെ മിക്സായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ അവിടെ നിന്ന് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടോ. നാൻഡോസിൽ ശരിക്കും ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന കേട്ടോ നല്ലത്. അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള സോസൊക്കെ ഉപയോഗിക്കാം. ഫുഡൊക്കെ കിട്ടി നമ്മൾ വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് പോയിട്ടോ. ഇവിടെ പെട്രോൾ പമ്പിന് ഗരാജ് എന്നാണ് പറഞ്ഞത്. ഗരാജാണ് 24 hours ഓപ്പണാണ്. അത്യാവശ്യം ഒരു കൺവീനിയൻസ് സ്റ്റോർ പോലെ തന്നെയാട്ടോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഡ്രിങ്ക്സും സോഡയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാട്ടോ ഇവിടെ. അത്യാവശ്യം വലിയ സ്റ്റോറാട്ടോ. എല്ലാ സാധനവും ഉണ്ട്. സ്നാക്സ്, ഫുഡ് ഐറ്റംസ്, മീറ്റ്, മിൽക്ക്, സിഗരറ്റ്സ് എല്ലാ സാധനവും അവൈലബിൾ ആട്ടോ. നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞാനും വൈഷ്ണവിനോടൊന്ന് പുറത്തൊക്കെ പോയി കേട്ടോ. ഒരു പബ്ബിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. ടയർഡാ.